സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഫോർവേഡ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി സെലക്ട് ചെയ്ത് അവർക്ക് ഒരു മാസത്തെ പ്രീമിയം മെമ്പർഷിപ്പ് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 മെയ് 10 ബുധനാഴ്ച. അപ്പോൾ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,265 നിന്നും 48 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,313 ഇന്ന് ആരംഭിച്ചത്. 18,326 ഡേ ഹൈയും 18,211 ഡേ ലോയും വന്നതുവഴി 114 പോയിന്റിൻ്റെ അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 1% ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടുമ്പോഴാണ് പ്രോപ്പർലി ഇൻട്രാഡേ ട്രേഡിങ് പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. എന്തായാലും ഇന്ന് ആരംഭിച്ച 18,313 നിന്നും ഒരു പോയിന്റ് ലാഭത്തോടുകൂടി 18,315 നിഫ്റ്റി ഇന്ന് അവസാനിച്ചു. ഇന്നലത്തേതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ അവസാനിച്ച 18,265 നിന്നും 49 പോയിന്റിൻ്റെ ലാഭമാണ് ഇന്ന് നിഫ്റ്റി ഇന്നത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,761 നിന്ന് 82 പോയിന്റ് ഗ്യാപ്പോട് കൂടി 61,843 ഇന്ന് ആരംഭിച്ചത്. 61,974 ഡേ ഹൈയും 61,572 ഡേ ലോയും വന്നതുവഴി 401 പോയിന്റിൻ്റെ അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,843 നിന്നും 96 പോയിന്റ് ലാഭത്തോടു കൂടി 61,940 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,761 നിന്നും 179 പോയിന്റിൻ്റെ ലാഭമാണ് സെൻസെക്സ് ഇന്നത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ആരംഭിച്ചത് 12.68, ഹൈ വന്നിരിക്കുന്നത് 13.3, ലോ 11.54. എന്തായാലും 3.15% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 13.08 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 43,198 നിന്നും 77 പോയിന്റ് ഗ്യാപ്പോട് കൂടി 43,275 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 43,383, ഡേ ലോ 42,822 വന്നതുവഴി 561 പോയിന്റിന് അഥവാ 1.3% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. വളരെ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു വി ഷേപ്പ് റിക്കവറി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയത്. ഏതായാലും ഇന്ന് ആരംഭിച്ച 43,275 നിന്നും 55 പോയിന്റ് ലാഭത്തോടു കൂടി 43,331 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ 133 പോയിന്റിൻ്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,274 നിന്നും 31 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,306 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 19,356, ഡേ ലോ 19,138 വന്നതുവഴി 218 പോയിന്റിന് അഥവാ 1.13% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,306 നിന്നും 31 പോയിന്റിന് ലാഭത്തോടു കൂടി 19,337 ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 62 പോയിന്റിൻ്റെ ലാഭമാണ് ഫിൻ നിഫ്റ്റി നേടിയിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 49,091 നിന്നും 61 പോയിന്റ് ലാഭത്തോടു കൂടി 49,153 ഇന്ന് ഓപ്പൺ ആയത്. 49,302 ഡേ ഹൈയും 48,674 ഡേ ലോയും വന്നതുവഴി 627 പോയിന്റിൻ്റെ അഥവാ 1.28% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,153 നിന്നും 106 പോയിന്റിൽ ലാഭത്തോടു കൂടി 49,259 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ച് ഇന്നലത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 168 പോയിന്റിൻ്റെ ലാഭമുണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക് എക്സ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇന്ന് 2.77% ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. UPLും പഞ്ചാബ് നാഷണൽ ബാങ്കും 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെ 3 ഓഹരികൾ മാത്രമാണ് ഈ സ്ക്രീനർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 895 കോടിയുടെ ബൈങ്ങും 6,262 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,833 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് നടന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,062 കോടിയുടെ ബൈങ്ങും 5,855 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 789 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് പണം നിക്ഷേപിച്ചു തുടങ്ങിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലാഭമെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിത് കണ്ടത്. എന്തായാലും 1,044 കോടിയുടെ നെറ്റ് ബൈയിങ് അഥവാ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നതായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പണം എത്തിയതായിട്ടാണ് നമുക്ക് ഇവിടെ ഡാറ്റകൾ കാണിച്ചു തരുന്നത്. റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ABC ക്യാപിറ്റൽ, അതേപോലെ
അജ്മീറ, ഏഷ്യൻ പെയിൻറ്റ്സ്, ബാലറാംപുര ചിനി മിൽസ്, BLS ഇന്റർനാഷണൽ, BSC, കെയർ റേറ്റിംഗ്സ് ലിമിറ്റഡ്, DCW, ദീപക് നൈട്രേറ്റ്, DIC ഇന്ത്യ, ഏഷ്യർ മോട്ടോഴ്സ്, എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഗാങ്സ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ജില്ലറ്റ് ഇന്ത്യ ലിമിറ്റഡ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡ്, ഇന്റലക്ട് ഡിസൈൻ അരീന ലിമിറ്റഡ്, കിർലോസ്കർ ബ്രദേഴ്സ്, ഡോക്ടർ ലാൽപത് ലാബ്സ്, മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് ലിമിറ്റഡ്, മൊറാർജി ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്, NR അഗർവാൾ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, റിലി കെയർ എൻ്റർപ്രൈസസ്, ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ്, സീമെൻസ് ലിമിറ്റഡ്, സെൻസർ ടെക്നോളജീസ്, ആൽക്കൈൽ അൽമൈൻ കെമിക്കൽസ് ലിമിറ്റഡ്. ഇത്രയും സ്റ്റോക്കുകളാണ്, ഇത്രയും കമ്പനികളാണ് നാളെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇതിനകത്ത് ABC ക്യാപിറ്റൽ പ്രധാനപ്പെട്ട കമ്പനി, അജ്മീറ, ഏഷ്യൻ പെയിൻറ്റ്, ബാലറാം ചിനി, അതേപോലെ BSC, പിന്നെ ദീപക് നൈട്രേറ്റ്, ഏഷ്യർ മോട്ടോഴ്സ്, എവറസ്റ്റ് ഇൻഡസ്ട്രീസ്, ജില്ലറ്റ് ഇന്ത്യ, അതുപോലെ കിർലോസ്കർ, അങ്ങനെ ഒത്തിരി കമ്പനികൾ, വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ, സീമെൻസും സെൻസർ ടെക്നോളജീസും ഇതും വളരെ പ്രധാനപ്പെട്ട കമ്പനികളാണ്. അപ്പോൾ എന്തായാലും നാളെയും ഒത്തിരി നല്ല കമ്പനികൾ അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 3683 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഈ മാസത്തിൽ 65 ട്രേഡിൽ നിന്ന് 1,26,967 രൂപയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന 1 ലക്ഷം രൂപ ക്യാപിറ്റൽ. ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. രാവിലെ മാർക്കറ്റ് എന്താ പറയുക, നോ ട്രേഡ് സോണിൻ്റെ മുകളിൽ ഓപ്പണായി അവിടുന്ന് സ്ട്രൈറ്റ് ഒരു വീഴ്ചയായിരുന്നു. അത് വന്നിട്ട് സപ്പോർട്ട് എടുത്ത സ്ഥലം എവിടെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എക്സാക്ട്ലി നമ്മളുടെ S1-ലാണ്, മറ്റെവിടെയും പോയിട്ടില്ല. അവിടെ ഒന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് അവിടെ തിരിച്ചു കയറി. അപ്പോൾ ഈ റാസ് ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. സോ S1-ൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. പിന്നെ നമ്മുടെ നോ ട്രേഡ് സോണിനകത്ത് വീണ്ടും റേഞ്ച് ബോണ്ടായി ആഫ്റ്റർനൂൺ സെഷനിൽ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറി അവിടെ ക്ലോസ് ചെയ്തു. എന്തായാലും വലിയൊരു മൂവ്മെൻറ്റ് നിഫ്റ്റി കൊടുത്തിരുന്നില്ല. മോർണിംഗ് സെഷനിൽ കിട്ടിയതൊക്കെ ലാഭം തന്നെയായിരുന്നു. അതിനുശേഷം കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലാണ് ശരിക്കുള്ള ട്രേഡ് ഇന്ന് നടന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ ഒരു 11 മണിയാകുമ്പോഴത്തേനും അഡീഷണൽ ബോട്ടം ലെവൽ സപ്പോർട്ട് 3 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാ ഗ്രൂപ്പിലും നമ്മുടെ ചാനലിലും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അഡീഷണൽ സപ്പോർട്ട് ലെവൽസ് ഫോർ ബാങ്ക് നിഫ്റ്റി എന്നും പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ എന്തായാലും നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ദെൻ ബ്രേക്ക് ഔട്ട് ലെവലിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് സ്ട്രൈറ്റ് അവിടെ നിന്ന് താഴോട്ട് വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ S1 കട്ട് ചെയ്തു, S2 അഥവാ യെസ്റ്റർഡേ ലോ കട്ട് ചെയ്തു, ദെൻ S3 കട്ട് ചെയ്തു, S4 കട്ട് ചെയ്തു, പിന്നെ S5-ൽ പോയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറി. ഇത് നല്ലൊരു മൂവ്മെൻ്റാണ് ഈ കിട്ടിയത്. 4337-ൽ നിന്നും 43,337-ൽ നിന്ന് 42,854, ഏകദേശം 480 പോയിൻറ്റോളമുള്ള ഒരു ഫോളാണ് ഇന്ന് ഇവിടെ കിട്ടിയത് രാവിലെ. ഒത്തിരി പേർ റാസ് ലെവൽസ് ഫോളോ ചെയ്ത് പോകുന്ന എല്ലാവർക്കും തന്നെ നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്ട്രൈക്ക് ലെവൽ എൻട്രീസ് എടുക്കുന്നവർക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിക്കവറി തന്നു. നേരെ യെസ്റ്റർഡേ ലോയിൽ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു, തിരിച്ചൊരു ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ നോ ട്രേഡ് സോണിലേക്ക് തന്നെ വന്നു. അതായത് ജസ്റ്റ് ഒരു ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോജ് വരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. എന്നാൽ അതേസമയത്ത് ഇൻട്രാഡേ ട്രേഡേഴ്സിന് ആവശ്യത്തിനുള്ള മൂവ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഫിൻ സർവീസസ് നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ അതേപോലെ തന്നെയാണ്. ബ്രേക്ക് ഡൗൺ ലെവലിൽ ഓപ്പണായി നേരെ താഴോട്ട് പോയി. ഈ ഫിൻ നിഫ്റ്റിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് ലോയോ ഹൈയോ വരും എന്ന് ഒരു ലെവൽ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഫിൻ നിഫ്റ്റി അതിനെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടില്ലേ, ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ലോ കട്ട് ചെയ്ത് കുറച്ചൊന്ന് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ ഇന്നലത്തെ ലെവൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹൈ ടച്ച് ചെയ്ത് അവിടെ നിന്ന് എക്സാക്ട്ലി അവിടെ നിന്ന് തന്നെയാണ് റിജക്ഷൻ ആയത്. ഇന്നിപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 19,149 ടച്ച് ചെയ്ത് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വന്നു. അത് ഭയങ്കരമായിട്ട് ഈ റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫിൻ നിഫ്റ്റി. സോ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഈ 2 റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഉറപ്പാക്കുക. ഓക്കെ, ഇവിടുന്ന് R3-ൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ R2-ൽ എൻട്രി കിട്ടിയ R1, പിന്നെ നമ്മുടെ നോ ട്രേഡ് സോൺ വരെയും 2 റേഞ്ച് സൂപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഡേ ക്യാൻഡിൽ വളരെ പരിതാപകരമായ ഒരു ഡോജി പരുവത്തിലുള്ള ചെറിയ ക്യാൻഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പാറ്റേൺ എങ്ങനെയുണ്ട് നോക്കാം.
ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമായ ഒരു മൊമെൻറ്റം ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു ബോഡി ഇല്ലാത്ത രീതിയിൽ ഒരു എൻഗൾഫിങ് ആവുന്ന രീതിയിലാണ് ക്യാൻഡിൽസ് ഇന്നും വന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് ദിവസം ഈ രീതിയിൽ തന്നെ പോവും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ ബേസിലായിരിക്കും മാർക്കറ്റ് പൊട്ടിക്കറി മുകളിലോട്ട് പോവുക. ഇവിടെ ഫർദർ ഫോളിനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. മാർക്കറ്റ് ബുള്ളിഷാണ്. സോ ഇവിടെ നിന്ന് മുകളിലോട്ട് പോകും. പക്ഷേ ഒരു 2-3 ദിവസമെങ്കിലും ഇതേപോലെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് അപ്പ് ഡൗൺ ഇപ്പം ഇന്ന് ഒരു ഡോജി ആണെങ്കിൽ നാളെ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ തരും, മറ്റന്നാൾ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ തരും. അങ്ങനെയൊക്കെ കളിച്ചിട്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ദിവസം മാർക്കറ്റ് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ റേഞ്ച് പോകണം, അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിട്ടുള്ളത്. ആ കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ആവണം. അതുവരെ നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ 43,621-ൻ്റെയും 43,205-ൻ്റെയും അകത്തായിട്ട് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോകുന്ന ഒരു പക്ഷേ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ. പിന്നെ നിഫ്റ്റി അത് തന്നെയാണ്, കണ്ടില്ലേ, ഇന്നലെ അതിൻ്റെ റേഞ്ചിൻ്റെ ഹൈ ടെസ്റ്റ് ചെയ്തു, ഇന്ന് റേഞ്ചിൻ്റെ ലോ ടെസ്റ്റ് ചെയ്തു, നാളെ വീണ്ടും ഹൈ ടെസ്റ്റ് ചെയ്യും, മറ്റന്നാളെ ലോ ടെസ്റ്റ് ചെയ്യും, ഇങ്ങനെ പോകും. എന്തായാലും ഇതിൻ്റെ ഇടയിലും ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ മൂവ്മെൻറ്റ്, ഇൻട്രാഡേ മൂവ്മെൻറ്റ്സ് കിട്ടും. പക്ഷേ ക്യാൻഡിൽ റേഞ്ച് ബൗണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എൻകൾഫിങ് രീതിയിലായിരിക്കും വരിക. ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന്. പിന്നെ നിങ്ങളോടൊക്കെ ഇവിടെ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഒരല്പം ഒത്തിരി പേര് വായിക്കുന്നത് അല്പം കൂടി മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട്. കാരണം അത് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻപുട്സാണ്. നിങ്ങളിപ്പം കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക തന്നെ വേണം. പക്ഷെ കുറച്ച് ഏതാനും പേര് വളരെ മോശമായ, സഭ്യമല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. ദയവായിട്ട് അത് കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങുള്ള കാര്യമല്ല. പക്ഷെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനിക്കുക, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടും മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാകുമ്പോൾ ഒരല്പം അതൊരു നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദയവായിട്ട് മാന്യമായ രീതിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് നമ്മുടെ വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട് മാന്യമായ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് പറഞ്ഞതുകൊണ്ടാരും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. പക്ഷേ ഏതാനും ചുരുക്കം ആൾക്കാർ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദയവായിട്ട് ഇത്തരം ഭാഷകൾ, അത്തരം വാക്കുകൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എഴുതാതിരിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.